ഹായ് ഓൾ, എല്ലാവർക്കും LJ സ്റ്റോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് അഫെയർ സെക്ഷനിലെ കുറച്ച് ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൊബേൽ സമ്മാന ജേതാക്കളെക്കുറിച്ചാണ്. 2020 നൊബേൽ സമ്മാനം ലഭിച്ചവരെക്കുറിച്ചും 2019 ലഭിച്ചവരെക്കുറിച്ചും ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആദ്യം 2020 ലഭിച്ച ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2020 എല്ലാ വ്യക്തികളെയും പഠിച്ചു വെച്ചിരിക്കുക. 2019 അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ക്ലാസ് യൂസ്ഫുള്ളായി തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് നൊബേൽ സമ്മാനത്തെക്കുറിച്ച് കുറച്ച് അടിസ്ഥാന വസ്തുതകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ കാര്യം, നൊബേൽ സമ്മാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആൽഫ്രഡ് നൊബേൽ. നൊബേൽ സമ്മാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽഫ്രഡ് നൊബേൽ. നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം 1895. നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം 1895. നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1901. 2 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയ വർഷം 1895, എന്നാൽ 1901 മുതലാണ് നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത്. 6 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ഏതൊക്കെയാണ് 6 വിഷയങ്ങൾ? സാഹിത്യം, സമാധാനം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയാണ് ആ 6 വിഷയങ്ങൾ. എന്നാൽ തുടക്കത്തിൽ 5 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം നൽകിയിരുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1969. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1969. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ഏർപ്പെടുത്തിയത് സ്വീഡിഷ് നാഷണൽ ബാങ്ക് എന്ന സ്ഥാപനമാണ്. സമാധാന നൊബേൽ പുരസ്കാരം നൽകപ്പെടുന്ന നഗരം ഓസ്ലോ, നോർവേ. സമാധാന നൊബേൽ പുരസ്കാരം നൽകപ്പെടുന്ന നഗരം ഓസ്ലോ, നോർവേ. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നൊബേൽ പുരസ്കാരം നൽകപ്പെടുന്ന നഗരം സ്റ്റോക്ക്ഹോം. സ്വീഡന്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നൊബേൽ സമ്മാന ജേതാക്കൾ 2020. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന സംഘടനയ്ക്കാണ്. UN അനുബന്ധ സംഘടനയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോമാണ്, ഇറ്റലിയിലെ റോം. അടുത്തത്, ഭൗതിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് സമ്മാനം ലഭിച്ചത്. അതിലൂടെ ഒരു കാര്യം കൂടി പറയാം. ഒരു വിഷയത്തിൽ മാക്സിമം 3 പേർക്കാണ് നമ്മൾ നൊബേൽ സമ്മാനം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 പേർക്ക് ലഭിച്ചു. ആരൊക്കെയാണ് അവർ? റോജർ പെൻറോസ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. റെയിൻഹാർഡ് ജെൻസൺ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ആൻഡ്രിയ ഗസ് അമേരിക്കൻ ശാസ്ത്രജ്ഞയാണ്. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്കാണ് 3 പേർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത്. റോജർ പെൻറോസ് ആപേക്ഷിക സിദ്ധാന്തവും തമോഗർത്തങ്ങളുടെ രൂപപ്പെടലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിശദീകരിച്ചു. റെയിൻഹാർഡ് ജെൻസനും ആൻഡ്രിയ ഗസും ഗാലക്സികളുടെ കേന്ദ്രഭാഗത്ത് ഒരു സൂപ്പർ മാസീവ് കോമ്പാക്ട് വസ്തു ഉണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭൗതികശാസ്ത്രം 3 പേർക്കാണ് ലഭിച്ചത്. റോജർ പെൻറോസ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. റെയിൻഹാർഡ് ജെൻസൺ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ആൻഡ്രിയ ഗസ് അമേരിക്കൻ ശാസ്ത്രജ്ഞയാണ്. അടുത്തത്, രസതന്ത്രത്തിന് 2 പേർക്കാണ് ലഭിച്ചത്. ആരൊക്കെയാണ് അവർ? ഇമാനുവൽ ഷാർപെന്റിയെ, ജെനിഫർ ഡൗന. US കാരിയാണ്. ഇമാനുവൽ ഷാർപെന്റിയെയും ജെനിഫർ ഡൗനയ്ക്കും. എന്തിനാണ് അവർക്ക് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്? ജനിതക എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ശാസ്ത്ര ഉപാധി കണ്ടെത്തി. ജനിതക എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ശാസ്ത്ര ഉപാധി കണ്ടെത്തിയതിനാണ് ഇമാനുവൽ ഷാർപെന്റിയയ്ക്കും ജെനിഫർ ഡൗനയ്ക്കും രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത്, വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിന് 3 പേർക്ക് ലഭിച്ചു. ഹാർവി ജെ ഓൾട്ടർ, ചാൾസ് M റൈസ്, മൈക്കൽ ഹൗട്ടൺ. ഹാർവി ജെ ഓൾട്ടറും ചാൾസ് M റൈസും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. മൈക്കൽ ഹൗട്ടൺ ബ്രിട്ടൻകാരനാണ്. ഈ 3 പേർക്കും ഹെപ്പറ്റൈറ്റിസ് C വൈറസ് കണ്ടെത്തിയതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത്? ഹാർവി ജെ ഓൾട്ടർ, ചാൾസ് M റൈസ്, മൈക്കൽ ഹൗട്ടൺ. എന്തിനാണ് ലഭിച്ചത്? ഹെപ്പറ്റൈറ്റിസ് C വൈറസ് കണ്ടെത്തിയതിനാണ് സമ്മാനം. ഓക്കെ,
അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിന് 2 പേർക്ക് ലഭിച്ചു. പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ. ആർക്കൊക്കെയാണ്? പോൾ ആർ മിൽഗ്രാമിനും റോബർട്ട് ബി വിൽസണും. ഓക്കെ, 2 പേർക്ക്. അപ്പോൾ പഠിച്ചിരിക്കണം കേട്ടോ. സാഹിത്യത്തിന് ലൂയിസ് ക്ലിക്ക്, USA-കാരനാണ് ലൂയിസ് ക്ലിക്ക്. ഓക്കെ, സാഹിത്യത്തിന് ലൂയിസ് ക്ലിക്ക്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ PSC ഒരു സ്വഭാവം അനുസരിച്ച് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് എന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ 2020 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ലൂയിസ് ക്ലിക്കിനാണ്. അമേരിക്കക്കാരനാണ് ലൂയിസ് ക്ലിക്ക്. ഓക്കെ, നമുക്ക് 2019 പഠിച്ചാലോ. 2019 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അബി അഹമ്മദ് അലിക്കാണ്. അദ്ദേഹം എത്യോപ്യയിലെ പ്രധാനമന്ത്രിയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അബി അഹമ്മദ് അലിക്കാണ്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് പീബിൾസ്, മിഷേൽ മേയോ, ദിദിയെ ക്വെലോ. ജെയിംസ് പീബിൾസ്, മിഷേൽ മേയോ, ദിദിയെ ക്വെലോ. അടുത്തത് രസതന്ത്രത്തിന് ലഭിച്ചത് ജോൺ ബി കുഡിനഫ്, സ്റ്റാൻലി വൈറ്റിംഗ്ഹാം, അകീര യോഷിനോ. രസതന്ത്രത്തിന് ജോൺ ബി കുഡിനഫ്, സ്റ്റാൻലി വൈറ്റിംഗ്ഹാം, അകീര യോഷിനോ. വൈദ്യശാസ്ത്രത്തിന് വില്യം കേലിൻ ജൂനിയർ, സർ പീറ്റർ റാഡ്ക്ലിഫ്, ഗ്രെഗ് എൽ സെമൻസ. വില്യം കേലിൻ ജൂനിയർ, സർ പീറ്റർ റാഡ്ക്ലിഫ്, ഗ്രെഗ് എൽ സെമൻസ. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിന് അഭിജിത്ത് ബാനർജി, എസ്തർ ദഫ്ലോ, മൈക്കൽ ക്രമർ. സാമ്പത്തിക ശാസ്ത്രം അഭിജിത്ത് ബാനർജി, എസ്തർ ദഫ്ലോ, മൈക്കൽ ക്രമർ. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് പീറ്റർ ഹാൻകെയ്ക്കാണ്. 2019 ഓസ്ട്രിയക്കാരനാണ് പീറ്റർ ഹാൻകെ. 2019 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പീറ്റർ ഹാൻകെയ്ക്കാണ്. അപ്പോൾ 2020 നൊബേൽ സമ്മാന ജേതാക്കളെക്കുറിച്ചും 2019 നൊബേൽ സമ്മാന ജേതാക്കളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്